ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ ചർച്ചകൾ തുടങ്ങും മുമ്പേ കോൺഗ്രസിൽ തമ്മിലടി തുടങ്ങി. കെപിസിസി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വ്യത്യസ്തമായ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. സീറ്റ് സംബന്ധിച്ച ഏകദേശ ധാരണയായെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയെങ്കിലും പ്രാരംഭ ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ലെന്നും ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. കെപിസിസി പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും പറഞ്ഞു. തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പാർട്ടിയിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കി. അങ്ങനെ തുടക്കത്തിലെ കല്ലുകടി തുടങ്ങി. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഹൈക്കമാൻഡിന് പോലും പിടിയില്ല. കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നും കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം ആരംഭിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കും അറിയിച്ചു. താൻ മത്സരിക്കാനില്ലെന്നും ഉമ്മൻചാണ്ടി മത്സരിക്കുന്നതിനോട് എതിർപ്പില്ലെന്നും മുൻ കെപിസിസി പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. എന്നാൽ സിറ്റിംഗ് MLA-മാരായ അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ എന്നിവരെ മത്സരിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും പരമാവധി പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. താൻ മത്സരിക്കാനില്ലെന്നും വർക്കിംഗ് പ്രസിഡന്റുമാർ മത്സരിക്കട്ടെ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതിനെ മാത്രമാണ് എല്ലാവരും സ്വാഗതം ചെയ്തത്. മുല്ലപ്പള്ളിയുടെ പിന്മാറ്റം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയെ കെട്ടുകെട്ടിക്കാനാണ് ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കണമെന്ന് മുല്ലപ്പള്ളി ആവശ്യപ്പെടുന്നതെന്നും എ ഗ്രൂപ്പ് വിലയിരുത്തുന്നു. ഉമ്മൻചാണ്ടിയെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള നീക്കത്തിനെതിരെ എ ഗ്രൂപ്പ് നേതാവും UDF കൺവീനറുമായ ബെന്നി ബെഹാൻ രംഗത്തെത്തി. ഉമ്മൻചാണ്ടി കേരളത്തിൽ നിന്ന് മാറി നിന്നാൽ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുടെ നില പരുങ്ങലിലാവും. കാരണം കെപിസിസിയെ ഗ്രൂപ്പ് മുക്തമാക്കാനാണ് രാഹുൽ ഗാന്ധി ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് എ ഗ്രൂപ്പ് നോമിനികളെ വെട്ടിനിരത്തി കൊടിക്കുന്നിൽ കെ സുരേന്ദ്രൻ, കെ മുരളീധരൻ, മുല്ലപ്പള്ളി എന്നിവരെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. എ ഗ്രൂപ്പ് നേതാവ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായതിനാലാണ് ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലെ ശക്തനായ ബെന്നി ബെഹാനെ UDF കൺവീനറാക്കിയത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ചെന്നിത്തല തികച്ചും പരാജയമാണ്. ശബരിമല സമരവും സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും ശക്തിപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷ നേതാവ് വിജയിച്ചില്ലെന്ന പ്രവർത്തകർക്കിടയിലും ആക്ഷേപമുണ്ട്. അതിനാൽ എഐസിസിയുടെ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലിന്റെ കയ്യിലാണ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പല നേതാക്കളുടെയും ചരട്. AK ആന്റണിയാകട്ടെ ഉമ്മൻചാണ്ടിയെ വെട്ടിനിർത്താൻ കാത്തിരിക്കുകയാണ്. ലോക്സഭാ സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും KC വേണുഗോപാലിന്റെ തീരുമാനം നിർണായകമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.